എൻ്റെ ചങ്ങാതിമാരെ ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ദേ ഈ മുരിങ്ങയില കറിയും കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ചങ്ങാതി സ്വർഗ്ഗ. അപ്പോൾ ഒന്നും നോക്കണ്ട, നേരെ പറമ്പിൻ്റെ സൈഡിലൊക്കെ നമ്മളെ മുരിങ്ങക്കായ ഉണ്ടാവുമല്ലോ, അതിനുള്ള ഇലയുണ്ടല്ലോ, ആ സാധനം ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ ചാടി പറിച്ചു സാധനം. ചാടി ദേ ഇതുപോലെ ഒരൊറ്റ ചാട്ടം ചാടുക, അതിനുശേഷം ഈ സാധനം ദേ പറിച്ചെടുക്കുക. എന്നിട്ട് ദേ ഇവനെ ഇങ്ങനെ ഓരോരോ എന്നായിട്ട് ദേ ഇതുപോലെ പറിച്ചെടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി വിതറാനും, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കില്ല കേട്ടോ. കാരണം എല്ലാ കൂട്ടുകാർക്കും വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അധികം കഷ്ടപ്പാടൊന്നുമില്ല, 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെപ്പാടുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ മരത്തെ കയറി ആ മുരിങ്ങയില പറിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കഷ്ടപ്പാടില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കിടക്കാച്ചി റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് നോക്കണം, ഈ സാധനം കൂട്ടുകാർക്കൊക്കെ വാരി വെതറ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് നേരെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തൊരു മിക്സി ജാർ എടുക്കുക. മിക്സി ജാറിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇട്ട ശേഷം ഒരു 3-4 ചെറുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ലേശം ജീരകം ഇട്ട് കൊടുക്കുക. ലേശം ജീരകം കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് കുഴഞ്ഞൊരു പരുവാക്കി എടുക്കാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അവനായ ശേഷം നമ്മുടെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക. നേരെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ പാൻ ചൂടാക്കാൻ വെക്കുക. പാനൊന്നും ചൂടായി വരുമ്പോഴേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഇട്ട ശേഷം ഇവനൊന്ന് മൂക്കാൻ വെക്കുക കേട്ടോ. ഉലുവ പൊട്ടിക്കുമല്ല, ഉലുവ ഒന്ന് മൂക്കാൻ വെക്കുക. അവനൊന്ന് മൂത്തൊരു ഒരു പരുവത്തിനായി വരുമ്പോഴേക്ക് ഇതുപോലെ കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുകൊന്ന് 4, 5, 6 പൊട്ടി അങ്ങ് പൊട്ടിക്കഴിയുമ്പോഴേക്ക് ചെറുള്ളി 2 അരിഞ്ഞോ 3 അരിഞ്ഞോ ചെറുതായി അരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല, എടുത്തൊരു മറിക്കുക. ഇവനെ ഇട്ട് ഇതിലങ്ങ് മൂപ്പിക്കുക. ആ മൂപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി അച്ചാറുകളുണ്ട്, ഹോം മെയ്ഡ് അച്ചാറുകൾ കേട്ടോ. നല്ല ബീഫ്, ചിക്കൻ, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഇതൊക്കെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട് കേട്ടോ. സ്റ്റോറിക്കകത്ത് വാട്സപ്പ് നമ്പർ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ. എന്നിട്ട് ആ സമയത്ത് ഇതിലേക്ക് വത്തലമുട്ട ഇട്ട കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ. ചെറിയ ചുവന്നമുളകില്ല, ആ മുളകും കൂടെ ഇങ്ങ് ഇട്ട ശേഷം കരുവേപ്പിലയും കൂടെ ഇട്ട് ഇവനെ എങ്ങനെ മൂപ്പിക്കാം. പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോകല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ആ കരുവേപ്പിലയും കൂടെ ഇട്ടത് ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാലയായ മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒരു സാധനം ഇടുന്നില്ല കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ശേഷം തീ ഒന്ന് ചെറുതായി കുറച്ച ശേഷം ഇതൊന്ന് നമ്മുടെ അരപ്പുണ്ടല്ലോ, തേങ്ങാതെ അരപ്പ് റെഡി ആയിരിക്കണം. ആ സാധനം കൂടെ എടുത്തിട്ട് മറിക്കുക. എന്നിട്ട് സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ആ പച്ചച്ചുവയൊന്ന്, ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണമല്ലോ. ആ പച്ചച്ചുവ മാറുന്ന വരെ ഇതുപോലെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു ലൈറ്റ് സ്മെല്ല് വരാൻ തുടങ്ങും. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ആ മിക്സിയുടെ ജാർ ഒന്നും കൂടെ കഴുകി ആ വെള്ളം കൂടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവനെ ഇങ്ങനെ നല്ല മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്ന സമയത്ത് അച്ചാറുകൾ വേണ്ടവർ നമ്മുടെ സ്റ്റോറിക്കകത്ത് നമ്മുടെ പേജിൻ്റെ അകത്ത് വാട്സപ്പ് നമ്പർ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഹായ് എന്നൊരു മെസ്സേജ് ഇട്ട് ചങ്ങാതിമാരെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ട്. എൻ്റെ ചങ്ങാതി പൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അവനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ലേശം തൈര് ഒഴിക്കുക. ഓവർ തൈര് ഒഴിക്കല്ലേ, കാരണം പുളി കൂടിയത് ഒഴിക്കല്, പുളി കുറഞ്ഞായാലും ഒരു ടേസ്റ്റിൽ ലേശം പുളിയുള്ള ഒരു തൈര് ഒരു 2 സ്പൂണും കൂടെ ഇട്ട ശേഷം ഇവനെ സ്ലോ മോഷൻ മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം തീ കുറച്ച് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മുരിങ്ങയില ഇതിലേക്കിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ആ ചെറിയ ചൂട് വരുമ്പോഴേ തന്നെ ഒരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതി, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് നല്ല ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ ആ ചോറിൻ്റെ മുകളിലേക്ക് ഈ സാധനം ഇടണം എൻ്റെ ചങ്ങാതി. അപ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്, ലേശം ഉപ്പും കൂടെ ഇട്ടേക്കണം കേട്ടോ, അല്ല മറന്നു പോകല്ലേ, ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം പുളി ഉള്ളതുകൊണ്ട് ലേശം ഉപ്പിട്ടാൽ മതി, ഓവറായിട്ട് ഉപ്പിടേണ്ട കാര്യമില്ല. എന്നിട്ട് എല്ലാം സെറ്റായ ശേഷം ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച ശേഷം ഏകദേശം ഒന്ന് വെന്തൊരു പരുവായി ഇതായി വരുന്നത്. അധികം വേവിക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് കൂടുതലൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് സെറ്റായി ഇതുപോലെ അങ്ങ് ഇളക്കുക എൻ്റെ ചങ്ങാതി. ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. എന്നിട്ട് എൻ്റെ ചങ്ങാതി ഇതുപോലെ നമ്മുടെ കിടുക്കാച്ചി അച്ചാറും കൂടെ ഇതുപോലെ അങ്ങ് മേടിച്ച് നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് നമ്മുടെ അച്ചാറിൻ്റെ ഒരു 2 പീസ് ഇച്ചിരി അരപ്പും കൂടെ അങ്ങ് വെക്കുക. എന്നിട്ട് ആ അരപ്പും കൂടെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഈ മുരിങ്ങയിലക്കറി ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി. കണ്ടൊരു കൊതിയാവുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും. അപ്പോൾ അച്ചാറുകൾ മേടിക്കാനുള്ള നമ്പർ അറിയാമല്ലോ, സ്റ്റോറിക്കകത്ത് കിടപ്പുണ്ട്, അല്ല നമ്മുടെ പേജിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇന്ന് മെസ്സേജ് ഇട്ടോ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ വെച്ചിടാം. എന്നിട്ട് ഇതുപോലെ മുരിങ്ങയിലക്കറിയോട് സൈഡിലേക്ക് അച്ചാറും കൂടെ വെച്ചിട്ട് ആ ചൂട് ചോറ് ഇതുപോലെ ഇളക്കി ഒരു പിടുത്തം പിടിക്കേണ്ട ചങ്ങാതി. സ്വർഗമല്ലേ, സ്വർഗം,